എക്സൽ മിനിസ്ട്രീസിന്റെ ചെയർമാനായിരിക്കുന്ന റവറൻ തമ്പി മാത്യുവിന്റെ പ്രിയ പത്നി മോളി ആന്റിയുടെ വിയോഗത്തിൽ ഞങ്ങൾ വളരെ ദുഃഖിക്കുന്നു. കർത്താവിന്റെ പേരിൽ അത്യുദ്ധാനം ചെയ്ത പാഷനേറ്റ് ആയിട്ടുള്ള പ്രിയ മോളി ആന്റിയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. പല സമയങ്ങളിലും ഭവനത്തിൽ ചെല്ലാനും ആന്റിയോടും കുടുംബത്തോട് ഒരുമിച്ചായിരിക്കാനും ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ആതിഥ്യ മര്യാദകൾ, സ്നേഹം, ഊഷ്മളത എല്ലാം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം പ്രത്യാശ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിത്യതയിൽ നമുക്ക് ആന്റിയെ കാണാമെന്നുള്ള പ്രത്യാശ ഉണ്ടാകട്ടെ. എക്സൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തെ രേഖപ്പെടുത്തുന്നു, എൻ്റെ കുടുംബമായുള്ള ദുഃഖത്തെ രേഖപ്പെടുത്തുന്നു. വലിയ പ്രത്യാശയാലും ധൈര്യത്താലും തമ്പിയങ്ങളിലെയും കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. 2013 മുതൽ മോളി ആന്റിയെ അടുത്തറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ ഭവനത്തിൽ താമസിക്കാനും മോളി ആന്റിയിൽ നിന്നുള്ള ആതിഥ്യം സ്വീകരിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മോളി ആന്റിയുടെ വേർപാടിൽ ഞാനും എൻ്റെ കുടുംബവും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും ആ കുടുംബം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠകരമാണ്. ഒത്തിരി കുടുംബങ്ങളെ കൈത്താങ്ങുവാൻ, ഒത്തിരി കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകാൻ ആ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചു. ആന്റിയെ ദൈവം ഉപയോഗിച്ചു. തമ്പിയങ്ങളോട് ചേർന്ന് നിൽക്കാൻ മോളി ആന്റിയെ ദൈവം സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും എക്സൽ മിനിസ്ട്രീസ് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. എൻ്റെ ദുഃഖവും പ്രത്യാശയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. മോളി ആന്റിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന തമ്പിച്ചാനെയും മറ്റു കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലം നൽകട്ടെ. തമ്പിച്ചാൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ അച്ചായനോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ബാക്ക് ബോണായി സ്ട്രോങ് സപ്പോർട്ടായി നിന്ന അമ്മയുടെ വേർപാടിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എക്സൽ UK എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരിലുള്ള അനുശോചനത്തെ അറിയിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ, ബലം നൽകട്ടെ, ദൈവം സമാധാനിപ്പിക്കട്ടെ. ജീവിതത്തിന്റെ ദൈർഘ്യത്തിലല്ല, ജീവിതത്തിന്റെ ആഴത്തിലാണ് കാര്യമെന്ന് റാൽഫ് എമേഴ്സൺ പറഞ്ഞ വാക്കുകൾ പ്രിയ മോളി ആന്റിയുടെ ജീവിതത്തിൽ തികച്ചും അന്വർത്ഥമാണ്. 7 പതിറ്റാണ്ടോളം നീണ്ട ഫുൾഫിൽഡ് ലൈഫിന്റെ, അല്ലെങ്കിൽ അത് പൂർണ്ണമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പ്രിയ മോളി ആന്റി. പ്രത്യേകാൽ തമ്പിയങ്കിൾ എന്ന കരുത്തനായ മിഷണറിയുടെ കൂടെ നിന്നുകൊണ്ട് വിവിധ ഭൂഖണ്ഡങ്ങളെ കർത്താവിനായി നേടുവാൻ പ്രിയ ആന്റിക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ യവനികയുടെ പുറകിൽ നിന്നുകൊണ്ടായിരിക്കാമെങ്കിലും താൻ ഏറ്റവും നല്ല സപ്പോർട്ട് നൽകി തന്നെ ഏൽപ്പിച്ച ദൈവിക ദൗത്യം പൂർത്തീകരിക്കുന്നതിൽ 100% വിജയിച്ചു. ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് പ്രിയ ആന്റി. പ്രിയ തമ്പിയങ്കിളിനും കുടുംബത്തിനും ദൈവം എല്ലാവിധമായിട്ടുള്ള ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എക്സൽ സ്കൂൾ ഓഫ് ചൈൽഡ് ഇവാഞ്ചലിസത്തിന്റെ എല്ലാവിധമായ അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രിയ മോളി ആന്റിയുടെ വേർപാടിൽ ഒത്തിരിയേറെ ദുഃഖവും വേദനയുമുണ്ട്. ആ വാർത്ത കേട്ട സമയത്ത് ഒരിക്കൽ പോലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ലായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രിയ മോളി ആന്റിയെ ദൈവം ചേർത്തു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരിയേറെ പ്രതിസന്ധിയോടെ കടന്നുപോയി. എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് തമ്പിച്ചാനും പ്രിയ ആന്റിയുമായി നാട്ടിൽ വന്നപ്പോൾ ഒത്തിരിയേറെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചു. ആ സമയത്തൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒത്തിരിയേറെ വേദനയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഒരു നിത്യമായ പ്രത്യാശ ആന്റിക്ക് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ആന്റി മുൻപോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി തമ്പിച്ചാൻ കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി നിൽക്കുമ്പോൾ, കുടുംബമായി കർത്താവിൻ്റെ വേലയുടെ ഭാഗമായി നിൽപ്പാൻ പ്രിയ ആന്റിയും ദൈവം സഹായിച്ചല്ലോ. കർത്താവിൻ്റെ വേലയിൽ വലിയൊരു ആഗ്രഹവും താല്പര്യവും ആ കുടുംബത്തിനുണ്ടായിരുന്നു. ദൈവം പ്രിയ തമ്പിയങ്ങളെയും കുഞ്ഞുങ്ങളെയും മരുമക്കളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആശ്വാസത്താൽ ദൈവം അവരെ നിറയ്ക്കട്ടെ. എക്സൽ ടീമിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ആശ്വാസ വാക്കുകളും നേരുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന പ്രിയ മോളി ആന്റി, തൻ്റെ വേർപാട് ഞങ്ങളെ വളരെയധികം വിഷമത്തിലാഴ്ത്തുന്നുണ്ട്. പ്രിയ തമ്പിയങ്കിള്, പ്രിയ മോളി ആന്റി, ആ കുടുംബം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ആ വലിയ വില ഞങ്ങളെല്ലായ്പ്പോഴും ഓർക്കും. പ്രത്യേകിച്ച് പ്രിയ തമ്പിയങ്കിളിൻ്റെ ശുശ്രൂഷ കാലയളവിൽ എന്നും മോളി ആന്റി ആയിരുന്നു ഒരു ബാക്ക് ബോൺ. ഒരു ഭവനം ഉയർന്നു നിൽക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ ഉയർച്ചയിൽ ഏറ്റവും താങ്ങായി നിൽക്കുന്ന ഒരു പില്ലർ എന്ന പോലെ പ്രിയ മോളി ആന്റിക്ക് തമ്പിയങ്കിളിനോടൊപ്പം ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയ മോളി ആന്റിയുടെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ വളരെ ഹൃദയത്തിൽ വേദന ഉണ്ടെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ആ
പ്രത്യാശയുടെ തീരത്ത് പ്രിയ മോളി ആൻറ്റിയെ കാണാൻ കഴിയും. മോളി ആൻറ്റിയുടെ ചിരിക്കുന്ന മുഖങ്ങൾ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഏത് കാര്യത്തിനും വളരെ ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് പ്രിയ മാതാവ് എപ്പോഴും സമീപിക്കുന്നത്. യാതൊരുവിധ പരാതികളോ യാതൊരുവിധ കുറ്റങ്ങളോ ഒന്നും പറയാതെ എല്ലായ്പ്പോഴും എല്ലാവരോടും വളരെ സൗമ്യതയോടെ ഇടപെടുന്ന ഒരു മാതാവായിരുന്നു പ്രിയ മോളി ആൻറ്റി. പ്രിയ മോളി ആൻറ്റിയുടെ ദേഹവിയോഗത്തിൽ ഹൃദയത്തിൽ വേദനയോടെ ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ തമ്പിയങ്ങൾ, ഞങ്ങൾക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നാൽ എല്ലാ ആശ്വാസത്തിൻ്റെ ഉറവിടമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരു നാൾ നാമും ആ പ്രിയ മാതാവിനെ അങ്ങ് ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. എക്സൽ മിഷൻ്റെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. സർവ്വ ആശ്വാസത്തിൻ്റെയും ഉറവിടമായ സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. പ്രിയ മോളി ആൻറ്റിയുടെ വേർപാട് വളരെ വേദനയോടെയാണ് കേൾക്കാനിടയായത്. നാട്ടിൽ വരുമ്പോഴൊക്കെയും പ്രിയ തമ്പിച്ചാനോടും മോളി ആൻറ്റിയോടും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ഇടയായിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായിരുന്നു. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് ആൻറ്റിയെ പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനൊരു കാരണം ദൈവകൃപ ഒന്ന് മാത്രമാണ് നിസ്സംശയം പറയാനായിട്ട് കഴിയും. എങ്കിലും ഒരു പ്രത്യാശയുണ്ട്, നിത്യതയുടെ തീരത്ത് പ്രിയ മോളി ആൻറ്റിയെ വീണ്ടും കാണാമെന്ന്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സൽ പബ്ലിക്കേഷൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. With a heavy heart, I extend my deepest condolence of passing of our dear Moli Aunty. 2 വർഷം മുമ്പ് എക്സൽ മിനിസ്ട്രീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ സമയത്ത് തമ്പിച്ചാനും മോളി ആൻറ്റിയും കടന്നു വരാനിടയായി. ഞങ്ങൾക്ക് ഒരുമിച്ച് അധികം സമയം ചെലവഴിക്കാനൊക്കെ ദൈവം എനിക്കൊരവസരം കിട്ടി. പല സ്ഥലങ്ങളും മോളി ആൻറ്റിയുടെ ഒപ്പം യാത്ര ചെയ്യുവാനൊക്കെയും ആ സമയത്ത് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വിശേഷാൽ ഞങ്ങൾ തമ്പിച്ചാനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗീയ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. May her soul rest in the presence of the Lord and hope to meet her again on the glorious heavenly shore. ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന പ്രിയ മോളി ആൻറ്റിയുടെ ദേഹവിയോഗത്തിൽ വളരെ ദുഃഖമുണ്ട്. എന്നാൽ ക്രിസ്തുവിലുള്ള പ്രത്യാശയും ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പ്രിയ തമ്പിയങ്കൾ മോളി ആൻറ്റിയും ഒരുമിച്ചുള്ള പരിചയപ്പെട്ട അന്നു മുതൽ വളരെ സ്നേഹത്തിൽ ഒക്കെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. വേദനയിലായിരിക്കുന്ന തമ്പിയങ്കളും മക്കൾ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളി ആൻറ്റി വേദനയിലും രോഗത്തിലൊക്കെ ആയിരുന്നപ്പോഴൊക്കെ ആൻറ്റി ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ വേദനയില്ലാത്ത, കഷ്ടങ്ങൾ ഇല്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ലോകത്തിലേക്ക് ആൻറ്റി പോയിരിക്കുന്നു. വീണ്ടും പ്രിയ അങ്കിളിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. എക്സൽ വുമൺ ഫെലോഷിപ്പിൻ്റെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു. കഴിഞ്ഞ 69 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയൊക്കെ കടന്നുപോയി കർത്താവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച പ്രിയപ്പെട്ട ഞങ്ങളുടെ മോളി ആൻറ്റി, എക്സൽ മിനിസ്ട്രീസിന് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട മോളി ആൻറ്റി. നാട്ടിൽ വരുന്ന സമയങ്ങളൊക്കെ ഞങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മ, സ്നേഹ സംഭാഷണങ്ങൾ ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ട മോളി ആൻറ്റി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. എന്നാൽ സ്വർഗീയ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തമ്പിയങ്കൾ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും എക്സൽ സോഷ്യൽ അവയർനെസ് മീഡിയയുടെയും ലിവിങ് മ്യൂസിക് റാന്നിയുടെയും എല്ലാവിധ ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവം പ്രിയ മോളി ആൻറ്റിക്ക് നൽകിയ ഒരു ആയുസ്, ആ ആയുസിൽ തനിക്ക് മുമ്പിൽ കടന്നു വന്നവരെ സ്നേഹം കൊണ്ടും സുവിശേഷത്തിൻ്റെ വാക്കുകൾ കൊണ്ടും സന്തോഷം കൊണ്ടും ചേർത്ത് നിർത്തുവാൻ പ്രിയ ആൻറ്റിക്ക് കഴിയും. പ്രത്യേകിച്ച് തമ്പിയങ്ങളിനോടൊപ്പം സുവിശേഷത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ നിലകളിൽ അധ്വാനിപ്പാൻ കഴിഞ്ഞൊരായുസ് പ്രിയ ആൻറ്റിക്ക് കഴിയും. എന്നാൽ പ്രിയ ആൻറ്റി കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് നിത്യതയിലേക്ക് വാങ്ങിപ്പോയി. മാനുഷികമായി ചിന്തിക്കുമ്പോൾ വേദന ഉളവാക്കുന്ന ഒന്നാണ്. എന്നാൽ നിത്യതയിൽ പ്രിയ ആൻറ്റിയെ നമുക്ക് ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശ നമുക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അങ്കിളിനും അതുപോലെ മക്കൾക്കും കുടുംബങ്ങൾക്കും
ക്രിസ്തീയ പ്രത്യാശ അറിയിക്കുന്നു. എക്സൽ ഹോപ്പിൻ്റെ എല്ലാവിധമായ ക്രിസ്തീയ പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മോളിയാൻറ്റിയുടെ മരണവാർത്ത വളരെ ഞെട്ടലോടെയാണ് കേൾക്കുവാനായിട്ടിടയായത്. തമ്പിയങ്കിളിനെ മോളിയാൻറ്റിയും അടുത്തറിയുവാൻ അവരുടെ കൂടെ സമയങ്ങൾ ചെലവഴിക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചില നാളുകളായി വളരെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മോളിയാൻറ്റിയുടെ ചിരിച്ച മുഖം ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾ മുമ്പ് തമ്പിയങ്ങളും മോളിയാൻറ്റിയും നാട്ടിലോട്ട് കടന്നു വന്നപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുവാനും സമയങ്ങൾ ചെലവഴിക്കുവാനും ദൈവം എനിക്കും ഭാഗ്യം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുഃഖത്തിലായിരിക്കുന്ന തമ്പിയങ്കള്, മക്കള്, കൊച്ചുമക്കൾ അവരെല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എക്സൽ മീഡിയയുടെയും എക്സൽ സോഷ്യൽ അവയർനെസ് മീഡിയയുടെയും പേരിലുള്ള എല്ലാ അനുശോചനവും ദുഃഖവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി തമ്പിയങ്ങളിനെയും മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഏതൊരു വിശ്വാസിയുടെയും പ്രത്യാശയും വിശ്വാസവും അത് തന്നെയാണ്. പ്രിയ മോളിയാൻറ്റി കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ അവസാന നിമിഷം വരെ കർത്താവിൽ പിടിച്ചു നിൽക്കാനും നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവിതം ക്രമീകരിച്ച് ഇത്രത്തോളം മിഷന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി ഓടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആ ജീവിതത്തെ വിശ്വാസ മാതൃകയൊക്കെ പിന്തുടരുവാൻ ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് എക്സൽ VBS ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ അനുശോചനവും ഈ സമയം അറിയിക്കുകയാണ്. എല്ലാ കുടുംബാംഗങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വാസത്താൽ സമാധാനത്താൽ നിറയ്ക്കട്ടെ. जब हम लोग मौली आंटी का जो खबर सुने हैं, बहुत ही दुख वाला खबर हम लोग सुने हैं, खास करके वो परिवार को परमेश्वर शांति समाधान प्रदान करे। खास करके तंबी सर के हम लोग प्रार्थना करते हैं, उनका बच्चों के लिए प्रार्थना करते हैं। इस समय परमेश्वर का वचन भेजकर हम लोग वहाँ पर प्रार्थना करते हैं ताकि वो परिवार के ऊपर एक शांति समाधान रहे। मौली आंटी जो जब तक जीवित था सबके लिए एक रोल मॉडल के रूप में था और परिवार के लिए एक अच्छी एक माता था। मैं विश्वास करता हूँ परमेश्वर मौली आंटी से बहुत अच्छा अधिक प्रेम करता है, इसीलिए परमेश्वर ने मौली आंटी को बुलाया है। मैं विश्वास करता हूँ वो परिवार में बड़ा एक शांति समाधान इन दिनों में खुदा प्रदान करे और तंबी सर को और भी खुदा का राज्य के लिए उपयोग करे। खुदा सबको आशीष करे। गॉड ब्लेस यू।